അസ്സലാമു അലൈക്കും. രണ്ട് ചോദ്യമാണുള്ളത്. ഒന്ന് റമദാനുമായി ബന്ധപ്പെട്ടതാണ്. അത് വിത്ർ നിസ്കരിക്കുന്നത്, നമ്മളിപ്പം തറാവി കഴിഞ്ഞാൽ വിത്ർ കൂടെ നിസ്കരിക്കും. അപ്പോൾ ഈ വിത്രിൻ്റെ നിസ്കാരം എന്ന് പറയുന്നത് നോർമലി നമ്മൾ തറാവിയുടെ ശേഷം ഇമാമിൻ്റെ കൂടെ തന്നെയാണ് നിസ്കരിക്കുന്നത്. പക്ഷെ അപ്പോൾ തഹജ്ജുദിൻ്റെ സമയത്ത് ഇപ്പം ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു നമ്മൾ അത്താഴത്തിനുള്ള സമയം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായ സമയമാണെന്ന്. അപ്പോൾ ആ സമയത്ത് ഒരാൾക്ക് നമസ്കരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിധി എന്താണ്? കാര്യം 11-ൽ കൂടുതൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം വിത്ർ പൂർത്തിയാക്കിയ ഒരാൾ പിന്നെ ഒരു തഹജ്ജുദിൻ്റെ സമയത്ത് 2 റക്അത്ത് നമസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ്. വിത്ർ നമസ്കാരവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഉണ്ടാവാറുള്ള സംശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലും അല്ലാത്ത സമയത്തും 11 റക്അത്തിൽ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്നുള്ള ഹദീസുണ്ട്. അപ്പോൾ 11-ൽ വർദ്ധിപ്പിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളൂ. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്, സ്വലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരം, അത് മസ്ന 2 റക്അത്ത് വീതമാണ്. ഇത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. പിന്നെ നമ്മൾ നമസ്കരിക്കുന്നത് 11 റക്അത്താണ് ഏറ്റവും ഉത്തമം എന്നുള്ളത് അവിടെ ക്ലിയറാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പ്രകാരം. ഇനി ഒരാൾ അതിലേറെ വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തില്ല, റക്അത്ത് അവിടെ ക്ലിപ്തപ്പെടുത്താൻ അവകാശമില്ല. കാരണം അതിൻ്റെ മേലെ മസ്ന എന്നുള്ള ഹദീസ് നബി 2 റക്അത്തായിട്ട് എത്ര വേണമെങ്കിലും നമസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനിപ്പിക്കേണ്ടത് വിത്റിലാണ് എന്നുള്ളൂ. ഇനി ഒരാൾ 11 റക്അത്ത് ഇമാമിൻ്റെ കൂടെ നമസ്കരിച്ചു, പിന്നെ അയാൾ പോയിട്ട് കിടന്നുറങ്ങി, രാത്രി അയാൾ വീണ്ടും എണീറ്റ് നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ വിത്ർ നമസ്കരിക്കാൻ പാടില്ല. അയാൾക്ക് എന്ത് ചെയ്യുക, 2 റക്അത്ത് നമസ്കരിക്കുക. പക്ഷേ വിത്ർ, ഒരു രാത്രിയിൽ 2 വിത്റുകൾ നമസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ലാ വിത്രാനി ഫീ ലൈല ഔ കമാ ഖാല റസൂൽ. ഇതാണ് ആ വിഷയത്തിലുള്ളത്. അതല്ലാതെ ചിലപ്പോൾ ചില ആളുകൾ ചെയ്യാറുള്ള ഒരു കാര്യമാണ്, ഇമാമിൻ്റെ കൂടെ 8 റക്അത്ത് അല്ലെങ്കിൽ 10 റക്അത്ത് നിസ്കരിച്ചിട്ട് വിത്ർ നമസ്കരിക്കാതെ പിരിഞ്ഞു പോരൽ. അതൊരിക്കലും ശരിയല്ല. കാരണം ഇമാമിൻ്റെ കൂടെ പൂർണ്ണമായിട്ട് നമസ്കരിക്കുന്ന ഒരാൾക്ക് അതിന് പ്രത്യേകം പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. അപ്പോൾ ഇമാമിൻ്റെ കൂടെ പകുതി നിസ്കരിച്ചിട്ട് പിന്നെ പകുതി ഒഴിവാക്കി പോരല്ല, ഇമാമിൻ്റെ കൂടെ പൂർത്തീകരിക്കുകയാണ് അവിടെ ചെയ്യേണ്ടത്. വല്ലാഹു ആലം. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പറയാം.